Welcome to Turkey! ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഞാൻ ഈ വായ പൊളിച്ച് നോക്കിക്കണത് ഇസ്താൻബുളിലാണ്. ഇത് നമ്മുടെ ഡേ 1 ഓഫ് ഇസ്താൻബുൾ ട്രിപ്പാണ് കേട്ടോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ നോക്കി നിൽക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ഇംഗ്ലീഷിലല്ല ഇവരുടെ ഭാഷയിലാണ് എഴുതി വെച്ചേക്കണേ. ഇവർ കോമൺ ആയിട്ട് ഇംഗ്ലീഷ് അത്ര സംസാരിക്കില്ല. അപ്പം നമ്മൾ ചോദിച്ച് പോകണം. അങ്ങനെ ചോദിച്ച് നല്ല ഭംഗിയിൽ ഡെക്കോർ ചെയ്തൊരു കുഞ്ഞി കടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഒരു ലിസ്റ്റ് ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻസ് ആയിട്ടാണ് നമ്മൾ വണ്ടി കയറിയത്. കാരണം ഈ ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിലാണല്ലോ. അപ്പോൾ അതെന്തായാലും എക്സ്പ്ലോർ ചെയ്യണം എന്ന് നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടർക്കിഷ് ടീ ആണ് ആദ്യം പറഞ്ഞത്. ഇതൊരു മസ്റ്റ് ട്രൈ സാധനമാണ് കേട്ടോ. ഒരു ഫ്ലേവർ ഉള്ള ഒരു കട്ടൻ ചായ അതിങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഗ്ലാസ്സിൽ തരും. ഇത് നല്ല വന്നപ്പോൾ തന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഒരു ടർക്കിഷ് ടീ ബോക്സ് അങ്ങനെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മെനമനാണ് പിന്നെ ട്രൈ ചെയ്തത്. മെനമൻ എൻ്റെ പ്രതീക്ഷയ്ക്ക് അത്ര അങ്ങോട്ട് വന്നില്ല. ഒരു തട്ടിക്കൂട്ടി ശക്ഷുകയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു പാർക്കിലാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ആയിട്ടുള്ള ഹാജിയ സോഫിയ, ബ്ലൂ മോസ്ക് ഒക്കെ ഉള്ളത്. അങ്ങനെ നടന്ന് നമ്മൾ ഈ ഒരു വണ്ടിയുടെ അടുത്തെത്തിട്ടോ. ഇതിൻ്റെ പേരാണ് സിമിറ്റ്. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ട് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഇത് മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഹാർഡായിട്ടുള്ള ഡോണറ്റ്, അതിൻ്റെ ഉള്ളിൽ ന്യൂട്ടെല്ല വെച്ച് സ്പ്രെഡ് ചെയ്ത സിമിറ്റാണ് നമ്മൾ മേടിച്ചത്. നല്ലതായിരുന്നു. ഒരു എള്ളുണ്ടയുടെ ഫ്ലേവർ, ഒരു ഡോണറ്റിൻ്റെ ഫ്ലേവർ, അതിൻ്റെ രണ്ടിൻ്റെയും മിക്സ്. നെക്സ്റ്റ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ ബ്ലൂ മോസ്ക് കാണാനാണ് പോയത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സമയം രാവിലെ ഒരു 9 മണിക്ക് ആയിട്ടുള്ളൂ. അപ്പോഴേക്കും നിറയെ ആൾക്കാരായിരുന്നു. ഫുൾ ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. മോർ ദാൻ 20,000 ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ടൈൽസ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കണേ. ഫുള്ളും ലൈറ്റും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗ്ലാസ് വിൻഡോസും വേറെ ലൈറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ട്. പിന്നെ കുറച്ച് നേരം നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ നടന്നു. ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ നമ്മുടെ ഹെയർ കവർ ചെയ്യണം. ഇത് അവിടെ നിന്ന് കിട്ടും കേട്ടോ. ഇതാണ് ഹാജിയ സോഫിയ. ഇതിൻ്റെ ഒരു അകവും ഏകദേശം സിമിലർ ആണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ അകത്തേക്കുള്ള ടിക്കറ്റ് എടുത്തില്ല. പിന്നെ ഈ ഹാജിയ സോഫിയയുടെ അടുത്ത് തന്നെ അതിൻ്റെ പാർക്കൊക്കെ ഉണ്ട്. നമ്മൾ അവിടെയൊക്കെ നടന്ന് കുറച്ച് കടയിലൊക്കെ കയറി അങ്ങനെ നടന്നു. പിന്നെ ഇനി പോണത് ഇവിടുത്തെ ഒരു സ്പൈസ് ബസാർ ഉണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. അങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. ഹലോ, ബസാറിൽ ഈ ഒരു ഷോപ്പ് കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയിൽ അടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സ്പൈസസും കുറെ വെറൈറ്റി ടീകള്, ടർക്കിഷ് ലൈറ്റുകൾ, കാർപ്പറ്റുകൾ, ഡ്രസ്സുകൾ, അതൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒരു ബസാറും കൂടെ, ഗ്രാൻഡ് ബസാറും കൂടെ ഇതിൻ്റെ അടുത്തുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബോക്സ് ടർക്കിഷ് ലൈറ്റ്, ഈ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞങ്ങൾ പിക്ക് ചെയ്ത ടേസ്റ്റുള്ള കുറച്ച് ടർക്കിഷ് ലൈറ്റിനുള്ളത് ഒരു അലുവയുടെ കൺസിസ്റ്റൻസി ഉള്ള ഒരു ഡെസേർട്ട്. ഇവരിത് കോഫിയുടെ ഒപ്പമാണ് സെർവ് ചെയ്യുക. ഇവിടെ പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ആളാണ് പൂച്ചകൾ. എവിടെ തിരിഞ്ഞാലും പൂച്ചകളാണ്. ഇവിടെയും ഞങ്ങൾ ഈ ഒരു കൊട്ടയിൽ ഒരു പൂച്ചേനെ കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇതാണ് ഇവിടുത്തെ നാഷണൽ ഡ്രിങ്ക്. രാക്കി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒരു ക്ലിയർ വാട്ടർ ആയിട്ടാണ് ഇരിക്കുക. പക്ഷെ നമ്മൾ അതിൽ ഐസോ വെള്ളമോ ഒഴിച്ച് കഴിഞ്ഞാൽ അത് മിൽക്കി വൈറ്റ് ആവും. ഇതിനൊരു പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. പക്ഷെ നാഷണൽ ഡ്രിങ്ക് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മേടിച്ചതാണ്. ലഞ്ചായിട്ട് പോട്ടറി കബാബാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോലെയല്ല, ഇത് നല്ലതായിരുന്നു കേട്ടോ. ലാമ്പ് വരുന്നുണ്ട് ഇതിൽ, ബെൽ പെപ്പേഴ്സ്, പൊട്ടേറ്റോ, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസും മീറ്റിൻ്റെയും കൂടെ ഒരു മിക്സ് ആയിരുന്നു. ഇതിൻ്റെ ഒപ്പം ഒരു ചെറിയ പോർഷൻ ബൾഗാർ റൈസ് എന്നാണ് പറഞ്ഞത്, അതും കൂടി ഒരു സെർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടുത്തെ സ്ട്രീറ്റ് കൂടെയൊക്കെ കുറച്ചങ്ങനെ നടന്നു. ഇവിടെ ഇമിനോനു എന്ന് പറഞ്ഞ ഒരു ബീച്ച് സൈഡ് ഉണ്ട്, അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കണേ. ഇവിടെ ഈ ആളെ പറ്റിക്കണ ഐസ്ക്രീംകാരില്ലേ, അവർ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങൾ ഇമിനോനൂരെത്തി. ഞങ്ങൾ ഈ കടയിൽ നിന്ന് ചുറോസ്, നല്ല ചൂടിൽ പൊരിച്ച് വെച്ച ചുറോസാണ്. ചൂട് പോണേക്കാളും പിന്നെ കഴിക്കുക. ചുറോസും ബക്ലാവയും പിന്നെ എന്തായിരുന്നു ചെസ്നട്ട് മേടിച്ചിട്ടുണ്ട്. 3 കഴിച്ചിട്ടാണ്. ചുറോസും ബക്ലാവൊക്കെ മേടിച്ചിട്ട് ഇത് കഴിക്കാൻ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് നോക്കി വന്നതാണ്. ഇവിടെ ഒരു സീ സൈഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ ഇരിക്കാൻ സ്ഥലമില്ല. നെയ്യുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട്. നോക്കി
ജിലേബി. നല്ല മധുരം, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളിത് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ ഭയങ്കര ഡ്രൈ ആവാറ്. ഇത് നല്ല മോയിസ്റ്റാ, നല്ല സോഫ്റ്റാ. ചുറോസ് ട്രൈ ചെയ്യാം. നല്ല കട്ടിയുള്ള ജിലേബി. ജിലേബിയുടെ അത്ര മധുരമില്ല, ബക്ലാവ് മധുരം ഉണ്ട്, പക്ഷെ നല്ല മോയിസ്റ്റാ. ഇത് നല്ലതാ. ഇത് മട്ടില്ല, മറ്റേത് മട്ടും. ഈ സ്വീറ്റ്സ് ഒക്കെ ഇവിടുത്തെ എല്ലാ ഷോപ്പിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മേടിച്ചതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇമിനോനുവിൻ്റെ ബീച്ച് സൈഡിൽ കൂടെ ഞങ്ങൾ അങ്ങനെ നടന്നു കേട്ടോ. ഇവിടെ നിറയെ ടൂറിസ്റ്റ് ആൾക്കാർ ചൂണ്ട പിടിച്ച് ഫിഷിങ് ചെയ്യുകയാണ്. നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഇതിനിവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. അവിടെ നിറയെ ഈ ഫിഷിംഗ് മാൻ ആയിരുന്നു. അതൊക്കെ ഇങ്ങനെ കണ്ട് നടന്നു കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ ഗ്രാൻഡ് ബസാറിലേക്കാണ് നടന്നത്. ഈ ഗ്രാൻഡ് ബസാറും നേരത്തെ കണ്ട പോലത്തെ ഒരു ബസാറാണ്. ഇവിടെ നിറയെ സീഗൾസ് ആണ്. ഈ സ്വീറ്റ്സ് ഒക്കെ മേടിച്ച ആൾക്കാർ ഇവർക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നിറയെ സീഗൾസ് ആയിരുന്നു അവിടെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈവനിങ് ഒരു നൈറ്റ് ഡിന്നർ ക്രൂയിസിനാണ് പോയത്. മെഗാലൂഫ് എന്ന് പറഞ്ഞൊരു ക്രൂയിസിനാണ് ഞങ്ങൾ പോയത്. അവിടെ ഇതുപോലെ നിറയെ ക്രൂയിസ് ഉണ്ട് കേട്ടോ. 3 hours ഉണ്ടായ ഒരു ഡിന്നറായിരുന്നു. ഇത് നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്, മറക്കാൻ പറ്റാത്ത ഒരു അടിപൊളി ഒരു ഡിന്നർ ക്രൂയിസ് ആയിരുന്നു കേട്ടോ. ഇതിന് ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവർ സ്റ്റാർട്ടർ പ്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഫ്രണ്ടിലുള്ള ഒരു സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഒരു 10-20 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഈ സൂഫി ഡാൻസ്, അങ്ങനെ പേരറിയാത്ത കുറേ ഡാൻസുകൾ, അങ്ങനെ ഒരുപാട് നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ഡിന്നർ നമുക്ക് ചൂസ് ചെയ്യാം. നല്ല അടിപൊളി ക്വാളിറ്റി ഡിന്നറായിരുന്നു. കബാബ്, ടർക്കിഷ് കബാബ്, അതൊക്കെയാണ് അവർ മെയിനായിട്ട് ഡിന്നറിന് ഉണ്ടായത്. പിന്നെ ലാസ്റ്റ് ബെല്ലി ഡാൻസോടുകൂടി പ്രോഗ്രാം കഴിഞ്ഞു കേട്ടോ. 3 മണിക്കൂർ പോയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കഴിയാനായിട്ട് ഞാനൊരു ആൽബം കൊണ്ടുവന്ന് തന്നു. നമ്മുടെ ഫോട്ടോ അവർ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ ആൽബം മേടിക്കാണ്ടിരിക്കാൻ പറ്റില്ല, അത്രയും നല്ല അടിപൊളി പിക്ചേഴ്സ് ആയിരുന്നു അതിൽ. അങ്ങനെ ഞങ്ങൾ അത് മേടിച്ചു. ഇന്നത്തെ ദിവസത്തെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ അത് മേടിച്ചു കേട്ടോ. അങ്ങനെ Day 1 വൈൻഡപ്പ് ചെയ്തു. ഇതാണ് ഞങ്ങളുടെ ഒരു ട്രിപ്പിൻ്റെ Day 1. Day 2ഉം Day 3യും വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ, ബൈ ബൈ.